ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ ഒലീവ് ഫുഡ് കോൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി പൂരിയാണ്. നിങ്ങൾക്കിത് സ്കൂളിൽ കുട്ടികൾക്ക് ലഞ്ചായിട്ടും സ്നാക്സിനും ഒക്കെ കൊടുത്തേൽക്കാം. കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാവും. കാരണം ഇതൊരു കളർഫുള്ളും കൂടെ ആയതുകൊണ്ട് കുട്ടികൾക്ക് കഴിക്കാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് ആവും. പിന്നെ നമുക്ക് ഇപ്പോൾ ഇത് നോമ്പിന് എല്ലാ ദിവസവും പത്തിരിയും അപ്പം എല്ലാം ഉണ്ടാക്കി മടുക്കുന്ന സമയത്ത് നമ്മൾ മടി പിടിച്ചിരിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അപ്പോൾ ബീട്രൂട്ട് പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞു വെച്ചു. ഇനി ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് കുക്കറിൽ 2-3 വിസിലടിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിൽ തന്നെ ഇത് ചൂടാറിയതിന് ശേഷം ഈ ഒരു വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ ബീട്രൂട്ട് ഞാനിതുപോലെ നല്ല പേസ്റ്റായി അരച്ചിട്ട് ഒരു ബൗളിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണ് റവയാണ്. റവ വറുത്തതായാലും വറക്കാത്തതായാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയില, ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. ചെറിയ ഇതായിട്ട് അരിഞ്ഞെടുത്തതാണിത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കസൂരി മേത്തിയാണ്. അതും കുറച്ച് മതി. കസൂരി മേത്തി പറഞ്ഞാൽ നമ്മുടെ ഉലുവയിലേക്കാണ് കസൂരി മേത്തി എന്ന് പറയാം. ഇത് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഞൊരട്ടി എടുത്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്കിതൊരു 2 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചു വെക്കണം. ആ റവ എല്ലാം അതിന് നല്ലവണ്ണം കുതിരാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഫ്ലോർ ഇതിൽ ചേർത്തിട്ടില്ല. ഒരു 2 മിനിറ്റോളം ഈ റവ അതിൽ നിന്ന് നല്ലോണം കുതിർന്ന് വരട്ടെ. അപ്പോൾ ഇനി കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ഉപ്പ് പാകത്തിൽ ഉപ്പുണ്ടോ നമുക്കൊന്ന് നോക്കാം. മിനിറ്റ് അടിച്ചു വെക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റായി. ഇപ്പോൾ നമ്മുടെ റവ എല്ലാം നല്ലവണ്ണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് വേണ്ടത്. നിങ്ങൾ കയ്യിലുള്ള ഏത് ഗോതമ്പ് പൊടി ഉപയോഗിക്കാം. ഇത് ഞാനിവിടെ പൊടിച്ചെടുത്തതാണ്. ഇത് നമുക്കിനി കുറേശ്ശെയായിട്ട് ഈ ബീട്രൂട്ടിൻ്റെ ഇതിലേക്ക് കുറേശ്ശെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു ഇതിൽ തന്നെയാണ് നമ്മളിത് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുന്നത്. ഇപ്പം ഞാൻ എല്ലാ ഫ്ലോറും ഇതിലിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് സ്പൂൺ ഒഴിവാക്കിയിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം. അത് ചപ്പാത്തിയുടെ പരുവത്തിലായിട്ട് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഏകദേശം കുഴച്ചെടുത്തു. ഇതുണ്ട്, നല്ല കളറിലായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ബീട്രൂട്ട് എടുക്കുമ്പോൾ എപ്പോഴും നല്ല കളറുള്ള ബീട്രൂട്ട് നോക്കിയിട്ട് എടുക്കാൻ ശ്രമിക്കുക. ഇത് നല്ല ലൂസാക്കി കുഴക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് നമ്മളൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കും. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി കുറച്ചൊന്ന് ലൂസ് പരുവത്തിലായി മാറും. ഇത് നമുക്ക് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മൂടി വെക്കണം. ഇപ്പോൾ ഒരു 1/2 മണിക്കൂറായി. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ചെറിയ ബോൾസാക്കി എടുക്കണം. എന്നിട്ട് ഞാനിതിവിടെ ചപ്പാത്തി നമ്മളെ പ്രസ്സിലാണ് ഞാനിത് അമർത്തിയെടുക്കുന്നത്. ഈ ചെറിയ ബോൾസാക്കി മാറ്റാം. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട്. മൊത്തം 11 ബോൾസ് ഉണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തി എടുക്കാം. പത്തിരി പ്രസ്സിൽ ഞാൻ കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് ഓരോ ബോൾസ് വെച്ച് കൊടുത്തിട്ട് പ്രസ് ചെയ്തെടുക്കാം. ഞാൻ ഒരെണ്ണം ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലതും ചെയ്തെടുക്കാം.
അപ്പോൾ ഞാനിവിടെ മുഴുവനും പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്. പൂരി പൊരിക്കുന്ന പോലെ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാൻ ഒരു ചട്ടി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ നല്ലോണം ചൂടാറിന് ശേഷം നമുക്കിതിലേക്ക് ഓരോ പൂരിയിട്ട് പൊരിച്ചെടുക്കാം. ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് എണ്ണ. ഇനി നമുക്കിതിൽ ഓരോ പൂരി പൊരിച്ചെടുക്കാം. എണ്ണ ഇങ്ങനെ മുകളിൽ തേടി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൂരി പൊങ്ങി കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാതും ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ബീട്രൂട്ട് പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്കായിട്ട് അറിയിക്കുക. അപ്പം അടുത്ത റെസിപ്പി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.